ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ്, നമ്മുടെ പഴയ യൂട്യൂബേഴ്സ് എവിടെ പോയി എന്നുള്ളതിന്റെ പാർട്ട് 6 വീഡിയോ ആണ് ഗൈസ്. അപ്പൊ ഇത്രയും നാളും നമ്മൾ വീഡിയോ ചെയ്തതിൽ കുറെ യൂട്യൂബേഴ്സിനെ നമ്മൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതായത് എല്ലാവരുടെയും മനസ്സിൽ അത്രമേൽ പ്രിയപ്പെട്ട ആ ഒരു യൂട്യൂബേഴ്സിനെ ആയിരിക്കും ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ഗൈസ്, ഇപ്പൊ വീഡിയോട്ട് കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയേണ്ടത്, അതായത് നമ്മുടെ 2025 കഴിഞ്ഞ് 26 ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ് ഇത് ഗൈസ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഫുൾ ആയിട്ടൊന്ന് കണ്ടിട്ട് ഒന്ന് ലൈക്കും അതുപോലെ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് തരാൻ മറക്കല്ലേ. തുടങ്ങുന്നതിന് മുന്നേ ചെറിയൊരു കാര്യം പറയാനുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു ഫ്രീ ഫയർ കമ്മ്യൂണിറ്റിയിൽ എത്രത്തോളം യൂട്യൂബേഴ്സ് പോയി ഗൈസ്, അതായത് എത്രത്തോളം യൂട്യൂബേഴ്സ് എത്ര കൊല്ലായിട്ട് കളി നിർത്തി എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ഫ്രീ ഫയർ വരും തോറും, അതായത് ഇപ്പൊ 2025 കഴിഞ്ഞ് 2026 നമ്മുടെ ഇത് കടന്നേക്കാണ്. അപ്പോ ഇത്രയും കാലമായിട്ടും ഈ ഒരു യൂട്യൂബേഴ്സ്, അതായത് ഞാൻ ഇന്ന് പറയാൻ പോണ യൂട്യൂബേഴ്സ് തിരിച്ചു വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഗൈസ്. അതെ, അപ്പൊ എന്തായാലും നമുക്ക് അവരുടെ ഫ്രീ ഫയർ അക്കൗണ്ടിന്റെ ഇപ്പോഴത്തെ കറന്റ്ലി സിറ്റുവേഷൻ എന്തൊക്കെയാന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പൊ എന്തായാലും നേരെ വലിച്ചു നീട്ടുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ വീഡിയോയിലേക്ക് പോവാം ഗൈസ്. അപ്പൊ നമ്മുടെ ലിസ്റ്റില് ഫസ്റ്റത്തെ യൂട്യൂബർ ആരാന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഗൈസ്, നമ്മുടെ സ്വന്തം ജിന്നി ഹിയർ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബർ ആണ് ഗൈസ്. നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. പണ്ട് ഒട്ടുമിക്ക പിള്ളേർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതായത് കുറെ ആൾക്കാരെ ചിരിപ്പിച്ചും അതുപോലെ തന്നെ ഗെയിം പ്ലേയിലും കില്ലാടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലാബിൽ ഒപ്പിച്ച ഒരു യൂട്യൂബർ ആയിരുന്നു ഗൈസ് ജിന്നി സിയർ. അങ്ങേറെ ചാനലും ഒക്കെ ആണെങ്കിൽ ഇപ്പൊ ആക്റ്റീവ് അല്ല, ഫ്രീ ഫയർ ആണെങ്കിൽ തീരെ കളിക്കുന്നില്ല. അപ്പൊ ഇതാണ് ഗൈസ് കറന്റ്ലി അക്കൗണ്ട്. നോക്കിയപ്പോ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരിലാണ് അക്കൗണ്ട്. ഹോക്കായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗിൽഡിലുമാണ് കിടക്കണേ. അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് തന്നെ അക്കൗണ്ട് നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു പുള്ളിക്കാരൻ കൊണ്ടടക്കുന്നുണ്ട്. ഇതേ ജിന്നിയർ ആക്റ്റീവ് ആവാതിരുന്നപ്പോൾ അവിടുത്തെ ബാഡ്ജ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. കാരണം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. ഒട്ടുമിക്ക ഫ്രീ ഫയർ യൂട്യൂബേഴ്സും, അതായത് നമ്മുടെ നിങ്ങൾക്ക് ഓൾ ഇൻ ഓൾ ഫേവറേറ്റ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് വരെ ഫ്രീ ഫയർ നിർത്തി പോകണമെന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്തായിരിക്കും ഗൈസ്? എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഒരു ഫ്രീ ഫയറിന്റെ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന കാര്യം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു, ഗിൽഡ് നോക്കുകയാണെങ്കിൽ ഹോക്കായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗിൽഡാണ്. ലൈക്ക് നോക്കുകയാണെങ്കിൽ 20K+ ലൈക്സും ഉണ്ട്, 75 ലെവലും ഉണ്ട്. എന്ത് പറയാനാ ഗെയ്സ്, പഴയ ഓരോ ഡയമണ്ട് ക്രിസ്റ്റൽസ് ആണ് ഗെയ്സ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് ഗെയ്സ്. അപ്പൊ ഇതാണ് നമ്മുടെ ജിന്നി സിയറിന്റെ അക്കൗണ്ടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഗെയ്സ്. അപ്പൊ നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ യൂട്യൂബർ ആരാന്ന് പറയണതിന് മുന്നേ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ, സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. അതായത് എന്റെ ഈ വീഡിയോ ഇപ്പൊ ഒരു 100 പേര് കണ്ടു എന്ന് വിചാരിക്കും. ഈ 100 പേരിൽ ഒരു 10-20 പേര് കമന്റ് ഇട്ടു. ഈ ഒരു 20 പേരിൽ എത്ര പേര് നിങ്ങൾ ഫ്രീ ഫയർ കളിക്കുന്നുണ്ട് എന്നുള്ളത് സത്യസന്ധമായിട്ടൊന്ന് കമന്റ് ചെയ്തിട്ടാ ഗൈസ്. അതായത് പണ്ടത്തെ ആ ഒരു ഫ്രീ ഫയർ പ്ലെയേഴ്സ് ഇപ്പോഴും കളിക്കുന്നുണ്ടോ എന്ന് അറിയാനുള്ള ഒരു കൗതുകം കൊണ്ടാണ് ചോദിക്കുന്നത്. കാരണം ഈ യൂട്യൂബേഴ്സ് നിർത്തിയ പോലെ തന്നെ നിങ്ങൾക്ക് നിർത്താലോ ഗൈസ്. അപ്പോൾ എത്ര പേര് നമ്മുടെ ഈ ഒരു ഫ്രീ ഫയറിനെ വെറുത്തു, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഫ്രീ ഫയറിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ല കേട്ടാ ഗൈസ്. അപ്പൊ നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ യൂട്യൂബർ ആരാന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം ഹിപ്സ്റ്റർ ഗെയിമിംഗ് ആണ് കേട്ടാ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് പണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കിഡിലനായിട്ട് കോമഡി വീഡിയോസും അതുപോലെ തന്നെ ഗെയിം പ്ലേസും ഒക്കെ ഇട്ടിട്ട് കുട്ടികളെയും അതുപോലെ തന്നെ മുതിർന്നവരെയും വശത്താക്കി, അതായത് അടിപൊളിയായിട്ട് നല്ല രീതിക്ക് വീഡിയോ ഇട്ടിട്ട് വന്നൊരു യൂട്യൂബർ ആയിരുന്നു ഗൈസ് ഹിപ്സ്റ്റർ ഗെയിമിംഗ്. അങ്ങനെ ഒമേഗിളിൽ പോയി, അങ്ങനെ ഹിപ്സ്റ്റർ ഗെയിമിംഗ് നേരെ സിനിമയ്ക്കൊക്കെ കിട്ടി, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി മാറിയിട്ട് ആളിപ്പോൾ ഫ്രീ ഫയറിലൊന്നും തീരെ ആക്റ്റീവ് അല്ല ഗൈസ്. അക്കൗണ്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഗെയിം പ്ലേസ് ഒക്കെ 0 ആണ്. അങ്ങനെയാണ് ഗൈസ് ഇയാളുടെ അക്കൗണ്ട് ഇപ്പോൾ കിടക്കണേ. ഹിപ്സ്റ്റർ ഗെയിമിങ്ങിനെ എത്ര പേർക്ക് ഇഷ്ടമുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വീഡിയോക്ക് ലൈക്ക് അടിച്ചിട്ടൊന്ന് പ്രകടിപ്പിക്കാൻ മറക്കണ്ട. എന്തൊക്കെയായിരുന്നില്ല ഗൈസ് പണ്ട്, എത്ര പേരെ ഇങ്ങനെ മാറി മാറി വെല്ലുവിളിയും അതുപോലെ തന്നെ ഫേസ് ക്യാം ഒക്കെ വെച്ചിട്ട് ഈ ഹിപ്സ്റ്റർ ആയാലും ശരി കുറെ യൂട്യൂബേഴ്സ് ഇങ്ങനെ വീഡിയോ ഇട്ടായിരുന്നതൊക്കെ ആലോചിക്കുമ്പോൾ എന്താ പറയാ ഗൈസ്, ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഫീൽ തന്നെയല്ലേ. ഇപ്പൊ അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ 65 ലെവലും 15,938 സംതിങ് ലൈക്കും ഉണ്ട്. കാണുമ്പോൾ തന്നെ വിഷമാവാണ് ഗൈസ്. അടിപൊളിയായിട്ട് കൊണ്ടുവരുന്നായിരുന്ന അക്കൗണ്ട് ആയിരുന്നു. എൻ്റെ മറ്റേ ഇത് കളക്ഷൻ വീഡിയോ ഡൗൺലോഡ് അല്ലാത്തതുകൊണ്ടാണ് ഹിപ്സ്റ്റർ ഗെയിമിംഗ് ഇട്ട ഡ്രസ്സ് കാണാത്ത. ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രീൻ ക്രിമിനലാണ്. എന്തായാലും കോമഡി വീഡിയോസിൽ ഹിപ്സ്റ്റർ ഉണ്ടാക്കിയോളം വേറെ ആരും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കോമഡിയും അതുപോലെ തന്നെ എന്റർടൈൻമെന്റും അതേപോലെ തന്നെ ഗെയിം പ്ലേ ഒരുമിച്ച് കൊണ്ടുവരണമെങ്കിൽ അത് ഹിപ്സ്റ്ററിന് ഇതുവരെ പറ്റിയിട്ടുണ്ട്. നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ യൂട്യൂബർ ആരാന്ന് നോക്കണതിലും മുന്നേ ഗൈസ് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഈ റെഡ് നമ്പർ അതുപോലെ തന്നെ എന്താ പറയാ
അടിപൊളിയായിട്ട് വൺ ടാപ്പ് അടിക്കുക, ഇതൊക്കെ നിങ്ങൾ കണ്ടുണ്ടാവുക റെയ്സ്റ്റാറിനെ കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു AJS ഗെയിമിംഗ് സോൺ ആവുന്നു. അതെ, നമ്മുടെ ഈ ഒരു കേരളത്തിൽ അടിപൊളിയായിട്ട് തന്നെ PC-യിലായാലും മൊബൈലില് അറിയില്ല, മൊബൈലിൽ അടിപൊളിയായിട്ട് കളിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ PC-യിൽ ഗൈസ് അടിപൊളി എന്ന് വെച്ചാൽ അങ്ങനെയും അടിപൊളിയായിട്ട് കളിച്ച ആ ഒരു കഴിവുള്ള ഒരു പ്ലെയർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിൽ ഒരാളുടെ പേര് വന്നിട്ടുണ്ടാവും. അതേ ഗൈസ് അങ്ങേരന്നെ, അങ്ങേരുണ്ടാക്കിയ ഓളം ഇവിടെ വേറൊരാളും ഉണ്ടാക്കിയിട്ടില്ല. ഫ്രീ സ്റ്റാറിന്റെ കാര്യമില്ല ഉദ്ദേശിച്ചത്. എന്നാൽ നമ്മുടെ ഈ ഒരു യൂട്യൂബറിന്റെ പേര് നോക്കുകയാണെങ്കിൽ ഗൈസ് AJS ഗെയിമിംഗ് സോൺ എന്നാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും ഇപ്പൊ പുള്ളി ഫ്രീ ഫയർ ഒക്കെ നിർത്തിയിട്ടുണ്ട്. പുള്ളിയുടെ അക്കൗണ്ടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കി നോക്കാം. അതുപോലെ തന്നെ AJS ഗെയിമിംഗ് സോണിന്റെ ഫാൻസ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും ഒരു യെല്ലോ ഹാർട്ട് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഗൈസ്. അപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഗൈസ് AJയുടെ ID. ചാമ്പ് എന്നാണ് ഗൈസ് ഇപ്പോഴത്തെ പേര്. നോക്കണമെന്നുണ്ടെങ്കിൽ മുന്നേ വേറൊരു പേരായിരുന്നു, എന്താന്ന് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഗൈസ് ഇപ്പൊ നോക്കണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് നമ്മുടെ AJS സെയിൽ ചെയ്തിട്ടുണ്ട്. സന്ദീപ് ചാമ്പ് ഹിയർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗൈസ് എന്താ പറയാ ബയോ കിടക്കണേ. എന്താ പറയാ ഗൈസ്, ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ അക്കൗണ്ട് ഒക്കെ ഒറ്റയടിക്ക് സെയിൽ ചെയ്യാനുള്ള ഒരു മൈൻഡ്, എങ്ങനെ പീസ് ഓഫ് മൈൻഡ് ആയിട്ട് അത് സെയിൽ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഗൈസ്. നിങ്ങൾക്ക് കാരണം അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. AJ ഫ്രീ ഫയർ നിർത്താനുള്ള കാരണം അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാട്ടോ. ഞാൻ പറഞ്ഞ പോലെ AJ നിങ്ങളുടെ ഫേവറേറ്റ് ആണെന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഇപ്പൊ നോക്കുകയാണെങ്കിൽ AJയുടെ ആ ഒരു ഡ്രസ്സില് ആ കോമ്പിനേഷൻ, അത് നമുക്ക് എന്തായാലും ഇതല്ല കോമ്പിനേഷൻ, പക്ഷെ AJയുടെ ആ ഒരു സെക്കൻഡിലേക്ക് ഇട്ടിട്ടുള്ള ആ ഒരു റോസ് ആയിരുന്നു. പക്ഷെ ഇത് ഇട്ട് നിൽക്കണ ആ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ വേറെ ലുക്കാണ് കേസ്. ഇപ്പൊ നോക്കണമെന്നുണ്ടെങ്കിൽ പുയ്യാപ്പാസ് ഒക്കെ എടുത്ത് നിൽക്കുന്നുണ്ട്, പക്ഷെ കുറച്ച് മുന്നത്തെ പുയ്യാപ്പാസ് നോക്കി കാണാൻ സാധിക്കും തീരെ ആക്റ്റീവ് അല്ലാത്ത ആ ഒരു ലെവലിൽ നിൽക്കണത്. അത് നമ്മുടെ AJയുടെ കയ്യിൽ ഉണ്ടായിരുന്നപ്പോഴുള്ള അവസ്ഥയായിരുന്നു കേസ്. ഓക്കെ, AJ അക്കൗണ്ട് സെയിൽ ചെയ്തിട്ട് ഏകദേശം 6 മാസത്തിന് മുകളിലായിരുന്നു തോന്നുന്നു ആ ഒരു ബാഡ്ജ് കളക്ഷൻ കണ്ടിട്ട്. ആളുടെ പഴയ ലൈറ്റ് പാസിന്റെ ബാഡ്ജ് നോക്കിയ കേസ് നൊസ്റ്റാൾജിയ അടിക്കണം, എല്ലാം കൂടി അടുപ്പിച്ച് ഇങ്ങനെ എടുത്തു പോയിട്ട് വേറെ ലെവലില്ലേ. അതേപോലെ തന്നെ കേസ് ഇവിടെ നോക്കണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിന്റെ ഓവർവ്യൂല് നോക്കണമെന്നുണ്ടെങ്കിലും നല്ല രീതിക്ക് ആക്റ്റീവ് ആണ് കേസ്. ഓക്കെ, കാരണം കിട്ടിയവൻ അടിപൊളിയായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. ഇതേപോലത്തെ കിട്ടിയവൻ അക്കൗണ്ട് കിട്ടിയ ആരെ കളിക്കാത്തത് അല്ലേ. എന്തായാലും കേസ് ഉണ്ടാക്കിയവൻ, അതായത് ഈ അക്കൗണ്ട് ഉണ്ടാക്കി നമ്മുടെ AJ ഗെയിമിംഗ് സോൺ കളിച്ച പോലെ, അതായത് അത്ര സൂക്ഷിച്ച പോലെ വേറൊരാൾക്ക് ആ ഒരു അക്കൗണ്ട് സൂക്ഷിക്കാൻ പറ്റില്ല. ഇപ്പൊ എത്ര കാശ് കൊടുത്ത് മേടിച്ച അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിലും അതിന്റെ ആ ഒരു പഴയ ഓണർ കൊണ്ടാടുന്ന ആ ഒരു ഫീലില് പുതിയ ഓണർക്ക് കളിക്കാൻ പറ്റില്ല ഗൈസ്. അപ്പൊ എന്തായാലും ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ AJയുടെ അക്കൗണ്ടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് കേട്ടാ ഗൈസ്. അപ്പൊ നമ്മുടെ ലിസ്റ്റിൽ ലാസ്റ്റത്തെ യൂട്യൂബർ ആരാ നോക്കണമെന്നുണ്ടെങ്കിൽ ഗൈസ് നമ്മുടെ ഓൾ കേരള അല്ലാന്നുണ്ടെങ്കിൽ ഈ ഏഷ്യയിലെ തന്നെ നല്ല ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കിഡ്ലനായിട്ട് ഫ്രീ ഫയർ കളിക്കുന്ന അടിപൊളിയായിട്ട് നൊസ്റ്റാൾജിക് വീഡിയോസ് ഇട്ടിട്ടുള്ള ഒരു നല്ല എന്താ പറയാ ഓൾ ഇൻ ഓൾ എല്ലാം കൊണ്ടും തികഞ്ഞൊരു യൂട്യൂബർ നമ്മുടെ ഫ്രീ ഫയർ കമ്മ്യൂണിറ്റിയിലെ തന്നെ ദ ബെസ്റ്റ് യൂട്യൂബർ ആരാ നോക്കണമെന്നുണ്ടെങ്കിൽ ഗേസ്, അതും എത്ര 20-30 വീഡിയോയുടെ ഉള്ളിൽ എത്ര മില്യൺ സബ്സ്ക്രൈബേഴ്സ്, 7 മില്യൺ മുകളിൽ സബ്സ്ക്രൈബേഴ്സ് അടിച്ചൊരു യൂട്യൂബർ ദ വൺ ആൻഡ് ഓൺലി ഗേസ് നമ്മുടെ റെയ്സ്റ്റാർ ആണ്. അപ്പൊ നമ്മുടെ റെയ്സ്റ്റാറിന്റെ അക്കൗണ്ടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളതായിരിക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇപ്പൊ നോക്കാൻ പോണേ. അപ്പോ നിങ്ങൾ എത്ര പേര് റെയ്സ്റ്റാർ ഫാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കമന്റ് ബോക്സിൽ ബ്ലൂ ഹാർട്ട് പെട്ടെന്ന് തന്നെ മിന്നിച്ചോട്ടാ, മറക്കണ്ട. അപ്പൊ നമുക്ക് എന്തായാലും റെയ്സ്റ്റാറിന്റെ അക്കൗണ്ട് ഇപ്പോ ആക്റ്റീവ് ആണോ അല്ലാന്നുണ്ടെങ്കിൽ ആക്റ്റീവ് അല്ലേ എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് അടിച്ച് നോക്കി നോക്കാം കേട്ടാ ഗെയ്സ്. അപ്പൊ ഇതാണ് നമ്മുടെ റെയ്സ്റ്റാറിന്റെ അക്കൗണ്ട് ഇപ്പോഴത്തെ അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15 ഡേയ്സോളം ഇനാക്റ്റീവ് ആയിട്ട് കിടക്കുന്ന റെയ്സ്റ്റാറിന്റെ അക്കൗണ്ട്. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല ഗെയ്സ്, പക്ഷെ ഒരു കാര്യം അറിയാൻ സാധിച്ചത് റെയ്സ്റ്റാർ തൽക്കാലത്തേക്ക് ഫ്രീ ഫയർ നിർത്തിയെന്നാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുടെ അക്കൗണ്ട് ഒരു വട്ടം ബാൻ ആയപ്പോ ഫ്രീ ഫയർ ഗരീന ഫ്രീ ഫയർ എന്നെ തിരിച്ചു കൊടുത്തു. ബട്ട് ഗെയ്സ് ആ ഒരു എന്താ പറയാ എന്തോ ഒരു കാരണത്തോണ്ട് റെയ്സ്റ്റാർ ഫ്രീ ഫയർ നിർത്തി. കൂടുതൽ കാര്യം അന്വേഷിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല, സമയം കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ഈ കാര്യം അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിൽ കൂടെ പറയാൻ മറക്കണ്ട. അപ്പൊ നോക്കണമെന്നുണ്ടെങ്കിൽ റെയ്സ്റ്റാറിന്റെ ഡ്രസ്സൊക്കെ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആൾക്ക് ഇഷ്ടമുള്ള ഹെയർ. അതുപോലെ തന്നെ ഈ അക്കൗണ്ട് നോക്കണമെന്നുണ്ടെങ്കിൽ എത്ര 1, 2, 5, 6K ലൈക്കൊക്കെ, ഇത് എന്താ പറയുക 1256K ലൈക്ക്. ഓക്കെ, 1256K ലൈക്ക് ഉണ്ട്. ഓവർവ്യൂ നോക്കണമെന്നുണ്ടെങ്കിലും ഗൈസ് അക്കൗണ്ട് ഇപ്പൊ തീരെ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് തന്നെ എന്താ പറയാ ഓവർവ്യൂലും തീരെ കളിച്ചതായിട്ടൊന്നും കാണിക്കുന്നില്ല. ക്ലാഷ് കോഡ് എന്തോ ഗെയിം 7 ഗെയിം എന്തോ കളിച്ചിട്ടുള്ളൂ. അപ്പൊ ഗെയ്സ് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ റെയ്സ്റ്ററിന്റെ അക്കൗണ്ടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കണമെന്നുണ്ടെങ്കിൽ ഗെയ്സ്. അപ്പോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങളുടെ എത്ര ഫേവറേറ്റ് യൂട്യൂബേഴ്സിനെ ഞാൻ ഈ ഒരു വീഡിയോയിൽ മിസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഒട്ടുമിക്ക നല്ല കിടിലനായിട്ടുള്ള കിണ്ണം കാച്ചി യൂട്യൂബേഴ്സിനെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ഇത്തിനെങ്കിലും ഇമോഷണൽ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ
കമന്റ് ബോക്സിൽ പറയുക. മാത്രമല്ല ഗൈസ്, ഇനിയും ഇതേപോലെ നല്ല കിടിലനായിട്ടുള്ള യൂട്യൂബേഴ്സിനെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമ്മളെന്തെങ്കിലും അടുത്ത വീഡിയോ സെറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ വീഡിയോ കുറേ നാളായി ഗൈസ് ഇടാണ്ടിരിക്കുന്നു. അപ്പൊ അതിനനുസരിച്ചുള്ള ഡൗണും ഈ ഒരു വീഡിയോയിൽ കൂടെ ഉണ്ടാവും. പക്ഷേ ഗൈസ് നമ്മൾ തളരില്ല. 2026 നമ്മുടെ പുതിയൊരു തുടക്കമാണ്. അപ്പൊ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ മാത്രം വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പൊ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഗൈസ്. അടുത്തൊരു വീഡിയോ കാണാം. ലവ് യു ഓൾ, ടേക്ക് കെയർ, ബൈ.